നമസ്കാരം. സൃഷ്ടികലകളായ കാളിയും താരയും കഴിഞ്ഞു. സ്ഥിതിയുടെ ദേവതകളായ ഭൈരവിയും ഭുവനേശ്വരിയും ഷോഡശിയും കഴിഞ്ഞു. ഇനി സംഹാരമാണ്. സംഹാര കലയുടെ ആരംഭമാണ് ബഗള അഥവാ ബഗളാമുഖി എന്ന ദേവത. ദേവിക്ക് പീതാംബരമുഖി എന്നൊരു പേരുകൂടി നിലവിലുണ്ട്. താൻ എന്തു പറയുന്നുവോ അത് സംഭവിക്കണം എന്ന വാക്സിദ്ധി നേടിയ മദനൻ എന്ന അസുരനെ നിഗ്രഹിക്കുന്ന രൂപത്തിലാണ് ബഗളാമുഖിയെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്വർണ്ണ സിംഹാസനത്തിലാണ് ദേവി ഇരിപ്പുറപ്പിച്ചിരിക്കുന്നത്. മദനൻ എന്ന ഈ അസുരന്റെ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ട് നാക്ക് പിഴുതെടുത്തുകൊണ്ട് ശിരസ് തകർക്കാൻ ശ്രമിക്കുന്ന രൂപത്തിൽ ബഗള ആസനസ്ഥയായിരിക്കുന്നു. ഇങ്ങനെയുള്ള ബഗളാമുഖിയുടെ സാധന അതീവ രഹസ്യമാണ്. മാത്രമല്ല സ്തംഭനമാണ് ദേവി നൽകുന്ന സിദ്ധി. ബഗളയെ ഉപാസിക്കുന്ന ഒരു സാധകന് മുന്നിൽ നിന്നുകൊണ്ട് ശത്രുവിന് ഒരിക്കലും മറുത്ത് സംസാരിക്കാനാവില്ല എന്നതാണ് ദേവി നൽകുന്ന സിദ്ധി. ബഗള സാധകന്റെ വാക്കിനെ മറികടക്കാനും ശത്രുവിന് സാധിക്കില്ല. സമസ്ത പ്രപഞ്ചത്തെയും സ്തംഭിപ്പിക്കാൻ ദേവിയുടെ സാധനയിലൂടെ സാധിക്കുന്നു. അതീവ രഹസ്യമാർന്ന ബഗള സാധന വടക്കേ ഇന്ത്യയിൽ പ്രചുര പ്രചാരം നേടിയിട്ടുണ്ട്. ശബ്ദത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തെ നാവ് പിടിച്ച് വലിച്ചുകൊണ്ട് ശബ്ദത്തിൽ തന്നെ ഒടുക്കുന്ന ഭാവത്തിലാണ് ബഗള പ്രകടമാകുന്നത്. ശബ്ദത്തിലുണ്ടായ പ്രപഞ്ചം ശബ്ദത്തിൽ തന്നെ ഒടുങ്ങുന്നു. അതിൻ്റെ പൂർണ്ണതയാണ് ചിന്നമസ്ത. വരുന്ന എപ്പിസോഡിൽ സംഹാരത്തിൻ്റെ പൂർണ്ണകലയായ ചിന്നമസ്ത ദേവിയെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം.